ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു വർക്ക് കേട്ടോ. കണ്ണൂർ. ഞാൻ കുറേ നാളുകൊണ്ട് കാണാൻ ആഗ്രഹിച്ചൊരു ജില്ലയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലം ആർമിയുടെ ഓഫീസിനുള്ളിലാണ്. മിലിറ്ററി ക്യാമ്പിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. 6 മണിൻ്റെ മെമൂനാണ് പോകുന്നത്. കൂട്ടത്തിലുള്ള കുട്ടികൾ കോഴിക്കോട് കാത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആർമിയുടെ ഓഫീസൊക്കെ സ്വപ്നം കണ്ട് പിന്നെ കണ്ണു തുറന്നപ്പോൾ തലശ്ശേരി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരെ വിളിച്ച് കാര്യം പറഞ്ഞു. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ തലശ്ശേരി എത്തിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നീ അവിടെ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ സാധാരണ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാത്ത ആളാട്ടോ. പക്ഷേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും അവിടുത്തെ ക്യാൻറ്റീനും കണ്ടപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു പോയിട്ടോ. കാര്യം എന്താ വെച്ചാൽ വളരെ നീറ്റായിരുന്നു. സാധാരണ ഓരോ റെയിൽവേ സ്റ്റേഷനിലും ക്യാൻറ്റീനൊക്കെ കാണുന്നത് തീരെ വൃത്തിയില്ല. അപ്പം നീറ്റാക്കുന്ന ചേച്ചിമാരും വേണ്ടതൊക്കെ ചോദിച്ചു വരുന്ന ചേച്ചിമാരും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് അത് കണ്ടപ്പോൾ. ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാവേണ്ടി വന്നേനെ. നമുക്ക് അവിടെ ചെന്നപ്പോഴും അത്യാവശ്യം നല്ല ട്രീറ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒരു മോഡലിംഗ് കമ്പനിക്കാരും അങ്ങനത്തെ ഒരു ട്രീറ്റ് തന്നിട്ടില്ല. നമ്മൾ ചെന്ന പാടെ മിലിറ്ററി ക്യാമ്പിൻ്റെ അകത്ത് ചെല്ലുന്നത് നമുക്ക് കുടിക്കാൻ വേണ്ട വെള്ളം, നമുക്ക് റൂം, നമ്മുടെ സാധനങ്ങൾ ഒതുക്കി വയ്ക്കാനുള്ള സ്ഥലം, അതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാര്യം അത്രയും ഞാൻ കാണാൻ ആഗ്രഹിച്ച സ്ഥലം ഞാൻ നടന്ന് കാണുകയായിരുന്നു. പിന്നെ രാത്രി കേട്ടോ വർക്ക് കഴിഞ്ഞപ്പോൾ. പിന്നെ ട്രെയിൻ കിട്ടാൻ നമുക്ക് 8:45 ട്രെയിനായിരുന്നു. അത് കിട്ടണമെന്ന് വിചാരിച്ച് കൂടെയുള്ള കുട്ടികൾക്കൊക്കെ അവിടെയും ഇവിടെയൊക്കെ എത്താനുള്ളതാണ്. തൃശ്ശൂരിൽ നിന്ന് വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞാൻ തിരൂരാണ് കേട്ടോ ഇറങ്ങിയത്. ഏട്ടൻ കൊണ്ടുവരാനും വന്നിട്ടുണ്ടായിരുന്നേ.